ആലിലെ താലി. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി. ദേവ് കയറി വന്ന ഉടനെ കാറ്റുപോലെ പാഞ്ഞു ചെന്നിട്ട് വേണി വാതിൽ വലിച്ചടച്ച്. ശബ്ദം കേട്ടിട്ട് ബെഡിലിരുന്ന് കളിക്കുന്ന നാച്ചിമോൾ ഞെട്ടി ഉറക്കെ കരയാൻ തുടങ്ങി. ചെവിയിൽ തിരികെ കൈവലിച്ചെടുത്തുകൊണ്ട് ദേവ് വേഗത്തിൽ ചെന്നിട്ട് കുഞ്ഞിനെ എടുത്തു. നിനക്ക് എന്താ വേണി, ഭ്രാന്ത് പിടിച്ചോ? എന്തിനാ ഇത്രയും വേഗത്തിൽ വാതിലടിച്ച് വിളിക്കുന്നത്? കുഞ്ഞ് പേടിച്ചു പോയി. ദേവ് വേണിയോട് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പതിയെ പുറത്തെട്ടി കൊടുത്തു. അവൻ നോക്കുമ്പോൾ വേണി ദേഷ്യം കൊണ്ട് ചുവന്ന പരുവത്തിൽ നിൽക്കുന്നുണ്ട്. എന്താടി? ഞാൻ ഈ വീട്ടിൽ ആരാ? ചീറുമ്പോൾ അവൾ ചോദിച്ചു. വിഷമെന്നായിരുന്നു ശരിയായ ഉത്തരം പറയേണ്ടെന്ന് അവൻ ഓർത്തു. പക്ഷേ ഒന്നും പറയാതെ ദേവ് അവളെ ഒന്ന് തുറിച്ചു നോക്കി. എന്തേ, നിങ്ങൾക്ക് ഉത്തരല്ലേ? നേരത്തെ നിങ്ങളുടെ അച്ഛൻ വിളിച്ചു പറയുന്ന കേട്ടല്ലോ, വേണിയുടെ കാര്യത്തിൽ മാത്രമേ തെറ്റുപറ്റിയെന്ന്. എന്താ തെറ്റ്? അതിന് മാത്രം എന്താ വേണി ഇവിടെ ചെയ്ത്? ദേവിന്റെ മുമ്പിൽ നിന്ന് അവൾ കിതച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾ അവിടെ സംസാരിച്ച് ഇവിടെ നിന്ന് നീ എങ്ങനെ കേട്ടു? വലിഞ്ഞു മുറിയ മുഖത്തോടെ ദേവ ചോദിക്കുമ്പോൾ വേണിയൊന്ന് പരിങ്ങി. അത് പിന്നെ ഞാൻ എത്ര പറഞ്ഞാലും കൊണ്ടാലും നിന്റെ ആ വൃത്തികെട്ട സ്വഭാവം ഒളിഞ്ഞു കേൾക്കലും നോക്കലും നീ ഒരിക്കലും മാറ്റില്ല അല്ലേ? അങ്ങനെ തന്നെ. അതുകൊണ്ടെന്താ, കേൾക്കാൻ പറ്റിയല്ലോ. വേണി അങ്ങനെ, വേണി ഇങ്ങനെ, എന്തെല്ലാം കുറ്റാ വേണിക്ക്? വേണിക്ക് മാത്രം. ഇവിടെ ഇനിയുണ്ടല്ലോ ആൾക്കാർ, അവർക്ക് നല്ലവര്, വേണി മാത്രം മോശക്കാരി. അവൾ വീണ്ടും നിന്ന് തുള്ളി. അതിനത്ര ഇപ്പൊ നീ തന്നെ പറഞ്ഞു. അവിടെ ഒളിഞ്ഞു നോക്കാൻ നീയല്ലാതെ മറ്റാരെങ്കിലും കണ്ടോ? നീ കണ്ടോ? ദേവ് ഉറക്കെ ചോദിച്ചു. നാച്ചിമോൾ അവന്റെ തോളിൽ അമർന്നു കിടന്നു. ഒരു കൈ കൊണ്ട് അവൻ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു. കാണില്ല. എന്താണെന്നറിയോ? നിന്നെപ്പോലെ വൃത്തികെട്ട മനസ്സുമായി മറ്റുള്ളവരുടെ സ്വകാര്യത്തിൽ പോയി ഇവിടെയുള്ള വേറെ ആരും ഒളിഞ്ഞു നോക്കില്ല. പരിഹാസത്തോടെ ദേവ് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ മാത്രം മതി ഇവിടെ ഇങ്ങനെ. വേണി ചുണ്ടുകൊട്ടി. അതങ്ങനെ തന്നെയാവും. നിന്നെപ്പോലെ തരം താഴാൻ ഇവിടെ ആരും നിന്നേരില്ല. ദൈവം വിട്ടുകൊടുത്തില്ല. എന്താ അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ഛൻ മക്കൾക്ക് ഇവിടെ ഒരു സ്വകാര്യം? കള്ളത്തരാവും അതല്ലേ ആരും അറിയാതെ ചെയ്യുന്നത്. അല്ലെങ്കിലല്ല ആളെ വിളിച്ചു കൂട്ടിയാൽ ഇവിടെ സഭ കൂടുതൽ അതിന് ചുക്കാൻ പിടിക്കാൻ പറ്റിയൊരു അച്ഛനും. വേണി ചുണ്ടുകൊട്ടിക്കൊണ്ട് പറഞ്ഞു. അത് നിന്റെ വീട്ടില് കള്ളത്തരവും കള്ളനും. ഇവിടെ അതില്ല. അറിയിക്കാനുള്ള എല്ലാവരും അറിയിച്ചതിനെ ചെയ്യും. അതിനാരെയും പേടിയില്ല. പിന്നെ മറച്ചു വെക്കേണ്ടത് അങ്ങനെയും ചെയ്യും. ദൈവം അത് പറയുമ്പോൾ വേണിയുടെ മുഖം വിളറിപ്പോയിരുന്നു. നാട്ടിൽ നിന്റെ അച്ഛന്റെ പേരുദോഷം കാരണം ജീവിതം കിട്ടാതെ ആവുമ്പോൾ മക്കൾക്കെന്നൊരു പേടിയുണ്ടായിരുന്നു നിന്റെ അമ്മക്ക്. നിന്നെ എന്നെ ഏൽപ്പിച്ച് നിന്റെ ഏട്ടൻ വരുന്നൊരു ജോലിയും തരപ്പെടുത്തി ജീവിതം സംരക്ഷണം നടത്തിയതും ഇപ്പൊ നീ പറഞ്ഞ എന്റെ അച്ഛൻ തന്നെയാ. പ്രതീക്ഷിച്ചതിലും മികച്ച ജീവിതം കിട്ടിയപ്പോ നീയും നിന്റെ അമ്മയും കഴിഞ്ഞു പോയതെല്ലാം മറന്നു എന്ന് സത്യം. പക്ഷേ എല്ലാവരും അത് അങ്ങനെയല്ല, നീ മറക്കരുത്. ഇങ്ങനെ ഉറഞ്ഞു തുള്ളുമ്പോ. ദേവ് പറയുമ്പോൾ വേണി അവനെ ദേഷ്യത്തോടെ നോക്കി. ഭക്ഷണം വേണമെങ്കിൽ താഴേക്ക് പോര്. ഇനിയും ധാരാളം വെല്ലുവിളി നടത്താനുള്ളതല്ലേ. അതിനുള്ള ആരോഗ്യം വേണ്ടേ? വന്നിട്ട് കഴിച്ചുവോ? എനിക്ക് വിശക്കുന്നു. ഞാൻ പോകുന്നു. നിന്നോട് സംസാരിക്കാൻ നിന്നാലേ ഭ്രാന്ത് ഓട്ടോ പിടിച്ചു വരും. കൂടുതൽ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ദേവ് വാതിൽ തുറന്നു. കുഞ്ഞിനിതാ, അവൾക്ക് ഉറക്കം വന്ന് കാണും. വേണി വാശി പോലെ നാച്ചിമോളെ പിടിച്ചു. അവളിപ്പോൾ എണീറ്റല്ലേ ഉള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞ് ഉറങ്ങിക്കോളൂ. മറ്റുള്ളവരുടെ ഒപ്പം കൂടേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് വേണി കുഞ്ഞിന്റെ പേരും പറഞ്ഞിട്ട് നിൽക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ദേവ് അങ്ങനെ പറഞ്ഞത്. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ കുഞ്ഞ് എപ്പോൾ എണീക്ക് എപ്പോൾ ഉറങ്ങുന്ന എനിക്കറിയാം. ഞാനേ അവളുടെ അമ്മയാ. താ ഇങ്ങോട്ട്. വേണി വീണ്ടും കുഞ്ഞിനെ പിടിച്ച് വലിച്ചു. ദേവ് ഇടാതെ ചേർത്തും പിടിച്ചു. ഒടുവിൽ പിടിവലിക്കിടെ വേദന കൊണ്ട് നാച്ചിമോൾ ഉറക്കെ കരഞ്ഞു തുടങ്ങിയപ്പോൾ ദേവ് കുഞ്ഞിനെ വിട്ടുകൊടുത്തു. വിജയെപ്പോലെ നോക്കുന്ന വേണിയെ കണ്ടപ്പോൾ ആ മുഖമടച്ചൊന്ന് കൊടുക്കാനാണ് തോന്നിയത്. അവൻ പണിപ്പെട്ടടക്കി. അതേ, തിരിഞ്ഞടക്കുന്ന വേണി നോക്കി അവൻ വിളിച്ചു പറഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി. നാളെ പ്രശ്നപരിഹാരത്തിന് നിന്റെ അമ്മ വരുമ്പോ ഉച്ചയ്ക്ക് ശേഷം വരാൻ പറയാൻ മറക്കണ്ട. ഉച്ചക്ക് മുന്നേ വന്നാ ഞാൻ ഓഫീസിലായിരിക്കും. പരിഹാസത്തോടെ ദേവ് പറഞ്ഞു. വീണ്ടും വേണിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അകത്തേക്ക് കയറി. ആ ദേഷ്യം തീർക്കാനെന്നോണം ഒരിക്കൽ കൂടി ആ വാതിൽ വലിയൊരു ശബ്ദത്തോടെ നിലവിളിച്ചു. കൈകൾ കൊണ്ട് ചെവി പൊതിഞ്ഞു പിടിച്ചിട്ട് കണ്ണടച്ചിന്ന് പോയിരുന്നു ദേവ്. ഇന്നെന്താ ഇവിടെ ആർക്കും പറയാനോ അറിയാനൊന്നുമില്ലേ? പതിവില്ലാത്തൊരു മൂകത ആ ഊൺമേശയിൽ പടർന്നു കയറിയപ്പോൾ ഉമയാണ് ചോദിച്ച്. എന്താണ് ഇന്ദ്ര, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരുടെയും മറുപടി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യം ഇന്ദ്രന് നേരെ തിരിഞ്ഞു. ഏയ്, എന്ത് പ്രശ്നം? ഒന്നുമില്ലമ്മേ. പറയുമ്പോഴും അയാളുടെ കണ്ണുകൾ ചോറിൽ വിരലിട്ട് കറക്കി ഏതോ ചിന്തയുടെ അറ്റത്തിരിക്കുന്ന സൂര്യയുടെ നേരെ ആയിരുന്നു. ദൈവവും പതിവില്ലാതെ നിശബ്ദയിലാണ്ട് പോയിരുന്നു. തന്നെ നോക്കി ആകാംക്ഷയോടെ നിൽക്കുന്ന കാവ്യയുടെ നേരെ ഇന്ദ്രനൊന്ന് കണ്ണടച്ച് കാണിച്ചു. അത് മതിയായിരുന്നു ആ മുഖം തെളിയാൻ. പ്രശ്നം എന്തെന്നെയുണ്ടെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാവും. ചോറി കളിച്ചിരിക്കാൻ പെട്ടെന്ന് കഴിച്ചിട്ട് പോ സൂര്യ. കാവ്യ സൂര്യയുടെ തലയിലൊരു കൊട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കി അവനൊന്ന് ചിരിച്ചു. വേണി ഉറങ്ങിയോടാ അതേ? ഉമ ചോദിക്കുമ്പോൾ അതേന്ന് അവൻ തലയാട്ടി. അവളിനി ഇറങ്ങി വരാനൊന്നും പോകുന്നില്ല. 2 ദിവസം മുഖം വീർപ്പിച്ച് ഇറക്കാനുള്ള കിട്ടിയിട്ടുണ്ട്. എത്രയാന്ന് വെച്ചാൽ ആ കുഞ്ഞിനെങ്ങനെ മുറിയിൽ അടച്ചിരുന്നു? നീ ഒന്ന് പറ മോനെ. നേരം വെളുത്തിട്ട് നാച്ചിന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് അതിനെ താഴേക്ക് ഇറക്കിയിട്ടില്ല. ഉമ്മ പറയുമ്പോൾ ദേവ അവരുടെ നേരെ നോക്കി. കുറ്റപ്പെടുത്തിയതല്ലേണ, എൻ്റെ മോനെന്ന് സ്നേഹത്തോടെ പറഞ്ഞു നോക്ക്.
അവന്റെ മുഖം കണ്ടപ്പോൾ പറഞ്ഞത് വേണ്ടായിരുന്നു എന്ന ഭാവത്തിൽ അവരുടെ മുഖം സങ്കടം നിറഞ്ഞുപോയിരുന്നു. വാതിൽ തുറന്നിട്ട് ദേവ് ചെല്ലുമ്പോഴും സൂര്യ നെറ്റിയിൽ കൈതാങ്ങിക്കൊണ്ട് ബെഡിൽ ഇരിപ്പുണ്ട്. ദാ അവനരികിൽ ഇരുന്നുകൊണ്ട് ദേവ് വിളിക്കുമ്പോൾ കൈകൾ മാറ്റി അവൻ ദേവിനെ നോക്കി. എന്നിട്ട് നേരെ ഇരുന്നു. എന്തിനാണ് ഇത്രയും ടെൻഷൻ? ഇവിടെ ആരെങ്കിലും നിന്നെ കൊണ്ട് നിർബന്ധിച്ച് കെട്ടിക്കാൻ നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരഭിപ്രായം ചോദിച്ചു, അതിനൊരു മറുപടി. അത് എന്തിനായാലും നിനക്ക് തോന്നുന്നൊരു മറുപടി പറയുക, അത്രയല്ലേ വേണ്ടു. അതിനിങ്ങനെ നീ ദേവ് അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ സൂര്യൻ ചിരിച്ചു. പറയുമ്പോൾ എത്ര സിമ്പിളാണല്ലേ ഏട്ടാ, പക്ഷേ ഒരു തീരുമാനം എടുക്കാൻ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് അച്ഛൻ എന്ന് പറഞ്ഞ രീതിയിൽ അതിൽ തന്നെയുണ്ട് ഈ കാര്യം നടക്കാൻ ആ മനസ്സിൽ എത്ര കൊതിയുണ്ടെന്ന്. പക്ഷേ ഏട്ടാ, സൂര്യ എഴുന്നേറ്റോടെ ദേവിനെ നോക്കി. ഇപ്പോഴേ ഒരു കല്യാണം എൻ്റെ സ്വപ്നത്തിൽ പോലില്ല. അവളും നെറ്റിയിൽ തടവി സൂര്യ പറഞ്ഞു. അവൾക്ക് നിന്നോട് അത്ര ഇഷ്ടമുണ്ടായിട്ടല്ലേ സൂര്യ? ഹരിയങ്കളിനോട് പോലും പറയാൻ അവൾ കഴിഞ്ഞ്. ഹരിയങ്കൾ പോലും അതിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് വന്നു തന്നെ. അങ്ങേര് വിചാരിച്ച ആരെ വേണമെങ്കിൽ പോലും മരുമകനായിട്ട് കിട്ടുമല്ലോ. ഇത് പക്ഷേ എന്നിട്ടും സൂര്യ, നിനക്ക് തോന്നിയില്ലേ ആ കുട്ടിക്ക് നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുള്ളൂ? ദേവ് ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ സൂര്യ ഒരു നിമിഷം മിണ്ടാതെ നിന്നുപോയി. ഞാനും കണ്ടിട്ടുണ്ട് ഏട്ടാ, പലപ്പോഴും എന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ പോകുന്ന വഴിയിൽ രണ്ട് കണ്ണുകളുടെ നിഴൽ പിന്തുടരും പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് നിങ്ങൾ പറയും പോലെ ഒരു ആഴമുള്ള ഇഷ്ടമാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അവളുടെ കൂട്ടുകാരിയെ എന്നോടുള്ള ഇഷ്ടം പറയാൻ പറഞ്ഞേച്ചെന്നായിരുന്നു എൻ്റെ ചിന്ത. അച്ഛനത് പറയും വരെയും. പക്ഷേ എനിക്കറിയില്ല ഏട്ടാ എന്ത് തീരുമാനം എടുക്കണമെന്ന്. നിസ്സായതയോടെ സൂര്യ പറയുമ്പോൾ ദേവൻ അവനോട് അലിവ് തോന്നി. തിരിച്ചൊരു നോട്ടം പോലും നീ നൽകാതെ ഇരുന്നിട്ടും ദർശനം നിന്നെ മടുക്കാതെ സ്നേഹിച്ചുവെങ്കിൽ സൂര്യ, നിനക്ക് അവളെ വിശ്വസിക്കാം. ആ സ്നേഹം സത്യമുള്ളതാ. അച്ഛൻ പറഞ്ഞ പോലെ വളരെ നല്ല കുട്ടി തന്നെയാവും അവള്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, ദേവ് പറഞ്ഞു. സൂര്യമുറിയിൽ കൂടി പതിയെ നടന്നു, കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട്. തീരുമാനം എടുക്കുമ്പോൾ നീ അച്ഛന് വേണ്ടിയോ ഞങ്ങൾക്ക് ആർക്കു വേണ്ടിയോ ആവരുത്. നിനക്ക് അവളെ സ്നേഹിക്കാനല്ല, സ്നേഹിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ തേടി ചെല്ലുന്നവരേക്കാൾ നമ്മളെ തേടി വരുന്നവർ വേണം സൂര്യ ചേർത്ത് നിർത്താൻ. അവരൊരിക്കലും കളഞ്ഞിട്ട് പോവില്ല പാതി വഴിയിൽ. ദേവ് വീണ്ടും പറഞ്ഞു. സൂര്യ വീണ്ടും ബെഡിലിരുന്നു. പ്രണയം എന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഡാൻസ്, ഗ്രൂപ്പ്, പ്രോഗ്രാം, ഇതൊക്കെയായിരുന്നു എന്നും ഇമ്പോർട്ടൻസ്. അതിനിടയിൽ ഒരിക്കൽ പോലും ഞാൻ ദർശനെ അങ്ങനെ ഒരു ഫീലോടെ നോക്കിയിട്ടില്ല. അതിനുള്ള അർഹതയിൽ നിന്നൊരു തോന്നൽ അന്നേ ഉണ്ടായിരുന്നു. അവരെല്ലാം വലിയ നിലയിൽ ജീവിക്കുന്നവരല്ലേ. ഹരിയങ്കളും അച്ഛനും തമ്മിൽ അകലാൻ ഇതൊക്കെ ഒരു തടസ്സമാവുമെന്ന് ഞാൻ പേടിച്ചു. പരമാവധി ഒഴിഞ്ഞടന്നു. ഓരോ നോട്ടും അറിഞ്ഞുകൊണ്ട് അവഗണിക്കുമ്പോൾ എനിക്കും സങ്കടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾ ഒരിക്കലും എനിക്ക് മുമ്പിലും വന്നിട്ടില്ല ഏട്ടാ, ഒന്നിനും വേണ്ടി. എന്നെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നതെന്ന് അവളുടെ കൂട്ടുകാരി വന്ന് പറഞ്ഞപ്പോഴും ഞാൻ കളിയാക്കി വിട്ടത് ഞാൻ അവൾക്ക് ചെയ്യില്ലെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടാണ്. സൂര്യ പതിയെ പറഞ്ഞു. ഒറ്റമോടെ പരിഗണിൽ വളർന്ന, അതും എല്ലാ സൗകര്യങ്ങളോടും കൂടി വളർന്ന അവൾക്ക് ഒരിക്കലും നമ്മുടെ കുടുംബം അംഗീകരിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നി. നോക്കാതിരുന്ന, അവഗണിച്ച അവൾ മറ്റൊരു കൂട്ടു തേടി പിടിക്കുമെന്ന് കരുതി എനിക്ക് പാടെ തെറ്റിപ്പോയി അല്ലേ? ചിരിച്ചുകൊണ്ടാണ് സൂര്യ ചോദിക്കുന്നത്. ദേവിൻ്റെ മുഖം ആശങ്ക നിറഞ്ഞതായിരുന്നു. ഇത്രയ്ക്കായിട്ടും അവൾക്ക് എന്നോട് ഇപ്പോഴും പ്രണയമാണെങ്കിൽ ഇനി എന്തിൻ്റെ പേരിലാണ് ഞാൻ മാറ്റി നിർത്തേണ്ടത്? അതെൻ്റെ അഹങ്കാരമായി പോവില്ലേ? ഇനി അങ്ങോട്ട് സൂര്യജിത്തിൻ്റെ പ്രണയവും പാതിയും അത് ദർശനം തന്നെ ആവട്ടെ, അല്ലേ ഏട്ടാ? തിരയൊഴിഞ്ഞ കടൽ പോലെ ശാന്തമായിരുന്നു സൂര്യയുടെ മുഖം. അപ്പോൾ ദേവിൻ്റെയും. മുന്നിലിരിക്കുന്നവരെ നോക്കാതെ സൂര്യ മറ്റെങ്ങോ നോട്ടം പതിപ്പിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട സൂര്യ, ഒടുവിൽ നീയും ലോക്കാൻ പോകുന്നു. എന്തൊക്കെയായിരുന്നു? പെണ്ണിന് പകരം ഡാൻസിനെ പ്രണയിച്ച് അടുത്ത 5 വർഷത്തിന് കല്യാണത്തെക്കുറിച്ച് ഓർക്കുന്ന പോലുമില്ല. നിന്റെ ഡയലോഗെല്ലാം വേസ്റ്റ് ആയല്ലോ അളിയ. സമീർ കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ സൂര്യ അവൻ്റെ നേരെ നോക്കിയതേയില്ല. പകരം ഒരു കുഞ്ഞു ചിരി അവൻ ചുണ്ടിൽ ഒളിപ്പിച്ച് പിടിച്ചിട്ട് കുനിഞ്ഞിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് സൂര്യ. അവൻ പറയുന്നത് നീ കാര്യമാക്കണ്ട. നല്ലൊരു ഒന്നാന്തര തേപ്പിട്ടിൻ്റെ ക്ഷീണം നമ്മളോട് തീർക്കും അവൻ. സമീറിനെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ഇഷാനി സൂര്യയുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് പറഞ്ഞു. അവനൊന്ന് ചിരിച്ചുകൊണ്ട് കണ്ണടച്ച് കാണിച്ചു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു സൂര്യ, അവളുടെ കണ്ണിൽ നോക്കി ആർക്കും മനസ്സിലാവത്. എന്നിട്ടും നീ മാത്രമേ തിരിച്ചറിയാൻ വൈകി. ദാസ് അവൻ്റെ നേരെ നോക്കി പറഞ്ഞു. പക്ഷേ എനിക്കിപ്പോഴും അറിയില്ല, ഇത്രയും അവഗണിച്ചിട്ടും അവൾക്ക് എങ്ങനെ എന്നെ സ്നേഹിക്കാൻ, കാത്തിരിക്കാൻ കഴിഞ്ഞു എന്നത്. ഞാൻ അങ്ങനെ ഒരു ഫീലോടെ ദർശനെ നോക്കിയിട്ടില്ല ഇതുവരെയും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. സൂര്യ പറഞ്ഞു. പിന്നെ ഒന്ന് പോയടാ, നിന്നോട് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ദർശനയുടെ ഇഷ്ടത്തെക്കുറിച്ച്. അന്ന് പക്ഷെ നിനക്ക് തോന്നിയ ഒരു ടൈം പാസ് മാത്രമാണെന്നാ. ലോകത്ത് വേറെ ആമ്പിള്ളേരില്ലാത്ത പോലെ നിന്റെ ഒടുക്കത്തെ ജാടയും. സമീർ സൂര്യ കളിയായിക്കൊണ്ട് വീണ്ടും പറഞ്ഞു. അപ്പോഴും സൂര്യ ഒന്നും മിണ്ടാതിരുന്നു. ഇഷ്ടമില്ലെങ്കിൽ നീ വെറുതെ അതിൻ്റെ ജീവിതം കൂടി ബലി കൊടുക്കരുത്. നന്നായിട്ട് ആലോചിച്ചു വിടാൻ ഒരു തീരുമാനം എടുക്കാൻ. ഒറ്റ ദിവസത്തിനുള്ളതല്ല, ഒരായുസ് മുഴുവൻ പാതിയാക്കി വെക്കേണ്ടതാണ്. ദാസ് ഓർമ്മിപ്പിച്ചു. നീ അവൻ്റെ ടെൻഷൻ കൂട്ടില്ല ദാസ്. റിലാക്സ് സൂര്യ. ദർശന നല്ല കുട്ടിയാണ്. നിന്നെ അവൾക്ക് പ്രാണനോ. നമ്മളെ സ്നേഹിക്കുന്നവരല്ലേണം കൂടെ ചേർക്കേണ്ടത്.
എനിക്ക് ഉറപ്പുണ്ട് നീയും തിരിച്ചറിയ അവളുടെ സ്നേഹം. ഇഷാനി അവൻ്റെ വിരൽ കോർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൻ്റെ മുഖം അയഞ്ഞില്ല. ജീവനും ജീവിതവും ദർശനം നിന്നിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതാവും ദൈവം പോലും അവളുടെ ഇഷ്ടത്തിനൊപ്പം കൂടുന്നു. ആ ഇഷ്ടം നീ ഇപ്പോൾ തട്ടിമാറ്റിയാൽ ജീവിതത്തിൽ മുഴുവൻ അതോർത്ത് വേദനിക്കേണ്ട അവസ്ഥയിലായി പോയാലോ? നന്നായിട്ട് ആലോചിച്ച് നോക്ക്. നീ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. വീണ്ടും ഇഷാനി പറയുമ്പോൾ സൂര്യ കണ്ണുകൾ അടച്ചു പിടിച്ചിരുന്നു. നിന്റെ ഈ അവഗണനയുടെ ഏറ്റവും അവസാനം അവൾ ഇറങ്ങിപ്പോയതിന് ശേഷം മാത്രം ആ നഷ്ടോർത്ത് വേദനിക്കുന്നതിൽ നല്ലതല്ലേ സൂര്യ? ഒന്ന് അവൾ അറിയാൻ ശ്രമിക്കുന്നു. ഒന്നും മിണ്ടാതിരിക്കുന്നവനെ നോക്കി ഇഷാനി പറയുമ്പോൾ ഉള്ളിലേക്ക് അവൻ ഒന്നുകൂടെ അവളുടെ മുഖം കൊണ്ടുവരാനുള്ള തത്രപ്പാടിലായിരുന്നു. ഞാൻ തോറ്റുപോടി. അവൾക്കാണെങ്കിൽ നന്നായിട്ട് പ്രണയിക്കാനും അറിയാം. ഒടുവിൽ പ്രാണനെ പോലെ സ്നേഹിച്ചവന് സ്നേഹിക്കാൻ അറിയില്ലെന്ന് കാരണം പറഞ്ഞിട്ട് അവളെന്നെ കളഞ്ഞിട്ട് പോകും. ഉള്ളിലെ ആശങ്ക അവൻ ഇഷാനിയോട് മറച്ചു വെച്ചില്ല. അവരെല്ലാം പൊട്ടിച്ചിരിച്ചു പോയി അവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ. ഇതൊന്നും ആരും സ്കൂളിൽ പോയിട്ട് പഠിപ്പിക്കുന്നല്ല പൊട്ട. ഒരാൾ കാണുന്ന കാഴ്ചകളിൽ എപ്പോഴും മനസ്സിൽ ഉടക്കി പോകുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ വന്നു ചേരുന്ന വികാരം. അതുമാത്രമല്ല പ്രണയത്തിൽ ജയവും തോൽവിയില്ലല്ലോ, ഇഷാനി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവൻ്റെ മുഖത്തെ തെളിച്ചും നിലാവ് പോലെ മങ്ങിയതായിരുന്നു. നീ ആദ്യം നിന്റെ ഈ ടെൻഷൻ ഒന്ന് കളയും. ഒറ്റ കാഴ്ച കൊണ്ടൊന്നും എല്ലാവർക്കും അങ്ങനെ തോന്നില്ല. ആദ്യം നല്ലൊരു ഫ്രണ്ടായിരിക്കാൻ ശ്രമിക്കുന്നേ. അവിടെ പാതി അവൻ ഏറ്റവും നല്ല ഡിസിഷൻ അതാണ്. ഇഷാനി പറയുമ്പോൾ സൂര്യപതിയെ തലയാട്ടി. എനിക്കവനോട് ദേഷ്യം തോന്നേണ്ട കാര്യം എന്താവുമേ? ജീവിതം അവൻ്റെ അല്ലേ. അപ്പം ആലോചിച്ച് അവൻ തന്നെ ഒരു തീരുമാനം അറിയിക്കട്ടെ. അവനെൻ്റെ മക്കളാണെങ്കിൽ കൂടിയും സ്വാതന്ത്ര്യമുള്ള വ്യക്തികളാ. ഇന്നേവരെയും നിങ്ങൾ ഞാൻ പറയുന്നത് ചെയ്യാവെന്നൊന്നും അവരോട് പറഞ്ഞിട്ടില്ല ഞാൻ. ഈ കാര്യത്തിൽ പക്ഷെ ഒട്ടും പറയില്ല. ജീവിക്കേണ്ടത് അവരാ. മുകുന്ദൻ ചിരിച്ചുകൊണ്ട് ഉമ്മയെ നോക്കി പറഞ്ഞു. കട്ടിൽ കിടക്കുന്ന അയാൾക്കരികിൽ നിന്നുകൊണ്ട് ഉമ്മ തലയാട്ടി. പിന്നെ ചെറിയൊരു സങ്കടമുണ്ട്. ഹരി ഇതുവരെ എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടാ അവനിങ്ങനൊരു കാര്യം പറയുന്നത്. സൂര്യ നോ ആണ് പറയുന്നതെങ്കിൽ അവനോട് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുമാത്രം. പക്ഷെ അപ്പോഴും സൂര്യയുടെ മുഷിപ്പില്ല. അതോർത്തുകൊണ്ട് നീ വിഷമിക്കണ്ട. മുകുന്ദൻ വീണ്ടും പറഞ്ഞു. ഒന്നുറപ്പാ, സൂര്യക്ക് ദച്ചുവിൻ്റെ നല്ല പാതി അവൻ എളുപ്പമായിരിക്കും. ദേഷ്യം കുറച്ച് കൂടുതലുണ്ടെങ്കിലും സ്നേഹമുള്ളവനാ. മുകുന്ദൻ പറയുമ്പോൾ ഉമ്മ തലയാട്ടി. എന്നാൽ ഇത്രയും പെട്ടെന്ന് ഹരി എന്തിനാ ദച്ചുമോളെ കെട്ടിക്കാൻ തിടുക്കം കാണിക്കുന്നത്? എനിക്കതാ മനസ്സിലാവാത്ത. ഒറ്റ മോളല്ലേ? കയ്യിൽ നിന്ന് തുണി മടക്കി അലമാരിൽ വെക്കുന്നതിന്റെ ഉമ്മ അത് പറയുമ്പോൾ മുകുന്ദൻ വേഗം കണ്ണടച്ച് കിടന്നു. കൂടുതൽ ചോദ്യമൊന്നും വരാതിരിക്കാൻ വേണ്ടി. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടിട്ട് ഉമ്മ തിരിഞ്ഞു നോക്കി. അച്ഛാ, സൂര്യയാണ്. കയറി വന്നവൻ വിളിക്കുമ്പോൾ മുകുന്ദൻ കണ്ണു തുറന്നു. ആ നീയോ? വാ. അങ്ങേയറ്റം ടെൻഷൻ മുഖത്ത് തെളിഞ്ഞു കണ്ടിട്ടും അത് മറക്കാനൊരു പുഞ്ചിരി എടുത്തണിഞ്ഞുകൊണ്ടാണ് മുകുന്ദനെ എഴുന്നേറ്റിരുന്നുകൊണ്ട് അവൻ അകത്തേക്ക് വിളിച്ചത്. ഉമ്മയും രണ്ടാളെയും മാറി മാറി നോക്കുന്നുണ്ട്. അസഹിഷ്ണുത നിറഞ്ഞൊരു മൗനം ആ മുറിയിൽ പടർന്നു. എന്താ ഞാൻ ഹരിയോട് പറയേണ്ടത്? അവൻ നമ്മുടെ മറുപടി കാത്തിരിക്കുക. ഒടുവിൽ ശാന്തമായി തന്നെ മുകുന്ദനെ ചോദിക്കുമ്പോൾ സൂര്യ അയാളെ നോക്കി ചിരിച്ചു. എനിക്ക് സമ്മതം. ദർശനെ എൻ്റെ നല്ലവാദിയെ സ്വീകരിക്കാൻ എനിക്ക് സമ്മതം. അച്ഛനത് ഹരിയെങ്കിലും വിളിച്ച് പറയണം. ചിരിച്ചുകൊണ്ട് തന്നെ അവനത് പറയുമ്പോൾ വിശ്വാസം വരാത്ത പോലെ മുകുന്ദൻ അവൻ്റെ നേരെ നോക്കി. അച്ഛന് വേണ്ടിയാണോടാ മോനെ? ഉള്ളിലെ പേടിയോടെ തന്നെ അയാളത് ചോദിക്കുമ്പോൾ അല്ലെന്ന് തലയാട്ടി കാണിച്ച സൂര്യ. അവൾക്ക് എന്നോടുള്ള ഇഷ്ടം അത് വെറുതെ ഒരു ഇഷ്ടമാണെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. വേറൊന്നും ചോദിക്കാനോ അവിടെ മനസ്സറിയാനോ ഞാനും ശ്രമിച്ചിട്ടില്ല ഇതുവരെയും. ശാന്തമായി തന്നെയാണ് സൂര്യ പറയുന്നത്. എന്നിട്ടൊരു മടുപ്പും കൂടാതെ യാതൊരു പരാതിയും പറഞ്ഞിട്ട് എനിക്ക് മുന്നിലേക്ക് അവൾ ഒരിക്കലും വന്നിട്ടില്ല. അങ്ങനെയുള്ള അവൾക്കല്ലേ അച്ഛാ ഞാൻ എൻ്റെ ജീവിതം കൊടുക്കേണ്ടത്? അവളെയല്ലേ അച്ഛാ ഞാൻ എന്നിലേക്ക് ചേർത്ത് വെക്കേണ്ടത്? ആ സ്നേഹം അറിയാൻ അച്ഛനൊരു നിമിത്താവുന്നത് മാത്രം. സൂര്യ അത് പറഞ്ഞപ്പോൾ ഉള്ളിലെ സന്തോഷം അടക്കാൻ കഴിയാതെ തന്നെ മുകുന്ദൻ അവൻ്റെ അരികിൽ വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച്. സൂര്യ അച്ഛൻ്റെ തോളിൽ തലചേർത്ത് കിടന്നു. നന്ദിയുണ്ടടാ മോനെ, ഹരിക്കിത് വളരെ സന്തോഷമാവും. നിറഞ്ഞ കണ്ണുകൾ വേഗത്തിൽ തുടച്ചുകൊണ്ട് സൂര്യയുടെ കവിൾ തട്ടിക്കൊണ്ട് മുകുന്ദൻ അത് പറയുമ്പോൾ സൂര്യ ആ കയ്യിൽ പിടിച്ച്. അച്ഛനും. സൂര്യ പറയുമ്പോൾ മുകുന്ദൻ അതേം തലയാട്ടി. അച്ഛൻ എന്നോട് നന്ദി പറയരുത്, അതെനിക്ക് സങ്കടമാവും. ഹരിയങ്ങൾ അച്ഛനോട് ആവശ്യപ്പെട്ട പോലെ തന്നെ അച്ഛൻ എന്നോട് ആദ്യമായിട്ടാണ് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നത് എൻ്റെ കടമയാണ്. സൂര്യ അത് പറയുമ്പോൾ മുകുന്ദൻ ഉമ്മയാണ് നോക്കിയത്. അഭിമാനം കൊണ്ട് നിറഞ്ഞ അച്ഛൻ്റെ അമ്മയുടെ മുഖത്തെ സന്തോഷം അവൻ്റെ കൂടി മനസ്സ് നിറച്ചിരുന്ന ആ നിമിഷം. കണ്ണു തുടച്ചുകൊണ്ട് മുകുന്ദൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയത് അവൻ്റെ മുമ്പിൽ കരഞ്ഞു പോകുമോ എന്ന പേടികൊണ്ടാണ്. ഉമ്മ അവനരികിൽ വന്നിട്ട് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. സൂര്യ അവരെ പൊതിഞ്ഞു പിടിച്ചു. ഇന്ദ്രേട്ടാ, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കട്ടിൽ ക്രസിൽ ചാരി കണ്ണടച്ചിരിക്കുന്ന ഇന്ദ്രനെ നേരെ നോക്കിക്കൊണ്ട് കാവ്യ ചോദിച്ചു. ഏയ് ഇല്ല. പതിയെ നിവർന്നിരുന്നുണ്ടാവും മറുപടി പറഞ്ഞു. പിന്നെന്താ, വല്ലാത്തൊരു സങ്കടമല്ലേ ഈ മനസ്സിൽ? മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നോട് ഷെയർ ചെയ്യും, അതിരി കുറയും. കാവ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൻ്റെ അരികിലിരുന്നു.
ഒന്നുമില്ലടി, സൂര്യയുടെ മാരേജിന്റെ കാര്യം അച്ഛൻ പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് ഓർത്താ. ഇന്ദ്രൻ അവിടെ അരികിലേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് പറഞ്ഞു. അതിനിങ്ങനെ ടെൻഷൻ ആവാനുണ്ടോ? കാവ്യയുടെ മുഖം നിറഞ്ഞ സന്തോഷമായിരുന്നു. അല്ല, ഇതുവരെ ഒരു സൂചന പോലും ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. സൂര്യയുടെ മനസ്സിലിപ്പോൾ ഒരു കല്യാണത്തിന് ഓക്കെ ആണോ? കാവ്യ ആശങ്കയോട് ചോദിച്ചു. അത് തന്നെയാ കാര്യം. അച്ഛനും ഹരിയങ്ങളും കൂടി ആലോചിച്ച കാര്യം, ഹരിയങ്ങളുടെ മകളെ. ഇന്ദ്രൻ പറയുമ്പോൾ കാവ്യയുടെ കണ്ണിൽ അത്ഭുതമായിരുന്നു. ആരെ? ദർശിനെയോ? കാവ്യ ചോദിക്കുമ്പോൾ ഇന്ദ്രൻ തലയാട്ടി. ഹരിയങ്ങളുടെ ഒരൊറ്റ മോളല്ലേ കാവ്യ, ആ കുട്ടിയെ തന്നെ. അവൾക്ക് ഇവനോട് പ്രണയമായിരുന്നു പോലും. ചിരിച്ചുകൊണ്ട് ഇന്ദ്രൻ അത് പറയുമ്പോൾ വിശ്വാസം വരാത്തൊരു ഭാവമായിരുന്നു കാവ്യയുടെ മുഖം നിറയെ. സൂര്യയോടോ? കാവ്യ വീണ് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ അതേന്ന് തലയാട്ടി. അവനോ? ചിരിച്ചുകൊണ്ട് വീണ് ചോദിച്ചു. അവനങ്ങനെ ഒരു ഫീൽ അവളോട് തോന്നിയിട്ടില്ലെന്ന്. അത് തന്നെ എൻ്റെ ടെൻഷൻ മുഴുവനും. സൂര്യയുടെ സ്വഭാവം അറിയാലോ, ആരോടും ഉള്ള പോലെ പറയാൻ യാതൊരു മടിയില്ല. ഇതിപ്പോൾ അച്ഛൻ, എനിക്ക് ഓർക്കുമ്പോൾ ടെൻഷനാവുന്നു കാവ്യ. ഇന്ദ്രൻ നെറ്റിൽ തടവിക്കൊണ്ട് അവളെ നോക്കി. ഇതപ്പം നന്നായി. ഇഷ്ടമാണില്ല അല്ലയോ തുറന്നു പറയില്ലേ വേണ്ടത്. ആർക്കെങ്കിലും വേണ്ടി മിണ്ടാതെല്ലാം സ്വീകരിച്ചിട്ട് പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. സൂര്യ അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അത് എന്തിനായാലും അംഗീകരിച്ചു കൊടുക്കുക എന്ന് മാത്രം ചെയ്താൽ മതി ഏട്ടൻ, മനസ്സിലായോ? കാവ്യ അവൻ്റെ നേരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഉള്ളിലെ ടെൻഷൻ തന്നിൽ നിന്ന് അകന്നു പോകുന്നു ഇന്ദ്രൻ അറിഞ്ഞിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.